ഫങ്ഷൻസ് ഓഫ് ആർ ബി ഐ ഇതൊരു വലിയൊരു ഏരിയയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഫങ്ഷൻസ് ഓഫ് ആർ ബി ഐൻ്റെ ക്രെഡിറ്റ് കൺട്രോൾ ഫങ്ഷൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ ഇതിന് ഈ ചോദ്യം സെപ്പറേറ്റ് ആയി ചോദിക്കാം. ദി ക്രെഡിറ്റ് കൺട്രോൾ ഫങ്ഷൻസ് ഓഫ് ആർ ബി ഐ. അതിൽ പ്രധാനമായിട്ടും അല്ലെങ്കിൽ വെപ്പൺസ് ആണ് അവർ പറയാം. അത് ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ടെക്നിക്സും ഉണ്ട്, അതുതന്നെ ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ടെക്നിക്സും ഉണ്ട്. ഇതിൽ നമ്മൾ ഓൾറെഡി ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ആയിട്ടുള്ള ബാങ്ക് റേറ്റ് പോളിസി, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷന്, അതുപോലെ തന്നെ ക്യാഷ് റിസർവ് റേഷ്യോ, സാറ്റ്യൂട്ടറി ലിക്വിഡ് റേഷ്യോ, റിപ്പോ ആൻഡ് റിവേഴ്സ് റിപ്പോ റേറ്റ്സ്, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ്. അതായത് വാട്ട് ആർ ദ ക്രെഡിറ്റ് കൺട്രോൾ മെത്തേഡ്സ് ഓഫ് ആർ ബി ഐ ചോദിക്കുമ്പോൾ ദർ ആർ ടു മെത്തേഡ്സ് ആർ മെയിൻലി യൂസിങ്. ഫസ്റ്റ് വൺ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് സെക്കൻഡ് വൺ ക്വാളിറ്റേറ്റീവ്. അതിൽ ബാങ്ക് റേറ്റ് പോളിസി നമ്മൾക്കറിയാം. ബാങ്ക് ആർ ബി ഐ കൊമേഴ്ഷ്യൽ ബാങ്ക്സുകൾക്കൊക്കെ ലോൺ കൊടുക്കുന്ന റേറ്റാണ് ലോങ് ടേം പർപ്പസിന്. അല്ല, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, ക്യാഷ് റിസർവ് റേഷ്യോ, ഇതെല്ലാം നമ്മൾ ഡിസ്കസ്ഡ് ആണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സുകളാണ്. അതിൽ ക്രെഡിറ്റ് സീലിംഗ് ഉണ്ട്, ക്രെഡിറ്റ് ഓതറൈസേഷൻ സ്കീം ഉണ്ട്, മോറൽ സോഷൻ ഉണ്ട്, റെഗുലേഷൻ ഓഫ് മാർജിൻ റിക്വയർമെൻറ്റ്സ് ഉണ്ട്, ആൻഡ് ഇഷ്യൂയിങ് ഓഫ് ഡയറക്റ്റീവ്സ്. ഇതെല്ലാം ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള മെത്തേഡ്സുകളാണ്. അതിൽ നമ്മൾക്ക് ആദ്യം എന്താണ് ക്രെഡിറ്റ് സീലിംഗ് നോക്കാം. ഇൻ ദിസ് ഓപ്പറേഷൻ ആർ ബി ഐ ഇഷ്യൂസ് ദ പ്രയർ ഇൻഫർമേഷൻ ഓർ ഡയറക്ഷൻ ദാറ്റ് loans to the commercial bank will be given up to a certain limit. അതായത് സീലിംഗ്, ക്രെഡിറ്റ് സീലിംഗ് ആണ്. സീലിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പരിധി എന്നാണ് അർത്ഥം അല്ലേ. അതായത് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ത് ചെയ്യും, കൊമേഴ്ഷ്യൽ ബാങ്കിന് എന്ത് ചെയ്യും, ആർ ബി ഐ ഒരു ഇഷ്യൂ ചെയ്യും, ഒരു പ്രയർ ഇൻഫർമേഷൻ, അതായത് ഡയറക്ഷൻ, എന്നിട്ട് അവരോട് പറയും ഇത്ര വരെ നിങ്ങൾ ലോൺ കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളത്. അതാണ് ഇവിടെ പറയുന്നത്. ഡയറക്ഷൻ, നിർദ്ദേശം കൊടുക്കുന്നു. ദാറ്റ് ലോൺസ് ടു ദ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് വിൽ ബി ഗിവൺ അപ്പ് ടു സെർട്ടൺ ലിമിറ്റ്. ഒരു പരിധി വരെ അവരൊരു പരിധി നിശ്ചയിക്കും, ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരിക്കലും നിങ്ങൾ ലോൺ കൊടുക്കരുതെന്ന് പറയും. ഇൻ ദിസ് കേസ് കൊമേഴ്ഷ്യൽ ബാങ്ക് വിൽ ബി ഇൻ ടൈറ്റ് ഇൻ ദ അഡ്വാൻസിങ് ലോൺ ടു ദ പബ്ലിക്. അപ്പോൾ ഈ ഡയറക്ഷൻ കിട്ടുമ്പോൾ അവർക്ക് പബ്ലിക്കിന് കൊടുക്കുന്ന ലോൺ എന്ത് ചെയ്യും, ഒന്ന് ടൈറ്റൻ ചെയ്യും. ദേ വിൽ അലോക്കേറ്റ് ദ ലോൺസ് ടു ദ ലിമിറ്റഡ് സെക്ടർ. ദ ഫ്യൂ എക്സാമ്പിൾസ് ഓഫ് ദ സീലിംഗ് ആർ അഗ്രികൾച്ചർ സെക്ടർ അഡ്വാൻസസ്, പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് എക്സെട്ര. അപ്പോൾ അഗ്രികൾച്ചറിൽ ലോൺ കൊടുക്കുകയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു സെക്യൂരിറ്റി പ്ലെഡ്ജ് ചെയ്യാതൊക്കെയാണ് കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഏരിയയിലുള്ള ലോൺ ഒന്നും എന്ത് ചെയ്യും, ലിമിറ്റ് ചെയ്യും അക്കോർഡിംഗ് ടു ദ പ്രിവെയിലിംഗ് സിറ്റുവേഷൻ ഇൻ ദ എക്കണോമി. എക്കണോമിയിലെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ക്രെഡിറ്റ്, ജനങ്ങളെ കയ്യിൽ നല്ലപോലെ ഫണ്ട് ഉണ്ടെന്ന് അറിയുകയാണെങ്കിൽ, അല്ലെങ്കിൽ റീപേയിങ് കപ്പാസിറ്റി ഉണ്ട് എന്നൊക്കെ ആർ ബി ഐക്ക് മനസ്സിലാകുകയാണെങ്കിൽ ആർ ബി ഐ ഇതിൻ്റെ സീലിംഗ് റേറ്റ് കൂട്ടും. ഓക്കെ, അത് കുറയ്ക്കും. ഇപ്പോൾ ഒരു ഇൻഫ്ലേഷൻ ആണെങ്കിൽ ജനങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടാവില്ല, അപ്പോഴും ഈ റേറ്റ് എന്ത് ചെയ്യാൻ പറയും, ഈ സീലിംഗ് റേറ്റ് ഉയർത്തും. ഓക്കെ, ഇനി പറയുന്നത് ക്രെഡിറ്റ് ഓതറൈസേഷൻ സ്കീമാണ്. ഇത് ക്രെഡിറ്റ് സീലിംഗ് എന്താണെന്ന് അർത്ഥമാക്കി നിങ്ങൾ ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. ആർ ബി ഐ, എസ് ബി ഐ കൊമേഴ്ഷ്യൽ ബാങ്ക്സുകളോട് പറയും നിങ്ങൾ ഇത്ര പരിധി വരെ ലോൺ കൊടുക്കാൻ പാടുള്ളൂ. അതെന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും, നിലവിലുള്ള എക്കണോമിയിലെ സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും. എക്കണോമി ചിലപ്പം ഇൻഫ്ലേഷനും ഡിഫ്ലേഷനും ഉണ്ടായിരിക്കും, പണത്തിൻ്റെ കുറവുണ്ടായിരിക്കാം, പണത്തിൻ്റെ കൂടുതലുണ്ടാകാം. ഇതിനൊന്ന് ബാലൻസ് ചെയ്യാനാണ് ഈ സീലിംഗ് നമ്മൾ കൊടുക്കുക. പിന്നെ പറയുന്നത് ക്രെഡിറ്റ് ഓതറൈസേഷൻ സ്കീം. എന്താണ് ക്രെഡിറ്റ് ഓതറൈസേഷൻ സ്കീം നോക്കുക. ക്രെഡിറ്റ് ഓതറൈസേഷൻ സ്കീം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ നവംബർ 1965. 1965 ക്രെഡിറ്റ് ഓതറൈസേഷൻ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. വെൻ പി സി ഭട്ടാചാര്യ വാസ് ദ ചെയർമാൻ ഓഫ് ദ ആർ ബി ഐ. ആർ ബി ഐയുടെ ചെയർമാനായ പി സി ഭട്ടാചാര്യ ആയിരുന്നു അന്നത് ചെയർമാൻ. അണ്ടർ ദിസ് instrument of credit, commercial banks are required to obtain RBI's prior authorization for sanctioning any fresh credit beyond the authorized limit. അതായത് ഇവിടെ ഈ ക്രെഡിറ്റ് ഓതറൈസേഷൻ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 1965 അന്ന് ആർ ബി ഐൻ്റെ ഗവർണർ എന്ന് പറയുന്നത് പി സി ഭട്ടാചാര്യ ആയിരുന്നു. ഇവരൊന്നും കാര്യമായിട്ടൊന്നും പറയുന്നില്ല, സീലിംഗ് റേറ്റ് പറഞ്ഞിട്ടുണ്ട്. ബിയോണ്ട് ദാറ്റ് സീലിംഗ് റേറ്റിലേക്ക് പോകണമെങ്കിൽ ആ കൊമേഴ്ഷ്യൽ ബാങ്ക് ഇത് എന്ത് ചെയ്യണം, പ്രയർ ഓതറൈസേഷൻ കിട്ടണം ആർ ബി ഐയിൽ നിന്ന്, അത്രയും ലോണ് സാങ്ഷൻ ആക്കാൻ. അത്രയേ ഉള്ളൂ അത് പറയുന്നത്. പിന്നെ പറയുന്നത് മോറൽ സോഷൻ ആണ്. നോക്കുക, മോറൽ സോഷൻ ഇസ് എ ജസ്റ്റ് ആസ് എ റിക്വസ്റ്റ് ബൈ ആർ ബി ഐ ടു ദ കൊമേഴ്ഷ്യൽ ബാങ്ക്. കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് ആർ ബി ഐ കൊടുക്കുന്ന ഒരു റിക്വസ്റ്റ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ വേർഡ്, റിക്വസ്റ്റ് ആണ് എന്ത്, മോറൽ സോഷൻ. Then RBI may request the commercial bank not to give
loan for an unproductive purpose which does not add to economic growth and but increase the inflation. അതായത് എക്കണോമിയിൽ ലോൺ കൊടുക്കുമ്പോൾ യാതൊരുവിധ ഒരു ഇഫക്റ്റും ഉണ്ടാക്കാൻ പറ്റാത്തൊരു ലോണാണ് നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത്തരം ലോണുകൾ കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് RBI കൊമേഴ്ഷ്യൽ ബാങ്ക്സുകൾക്ക് നൽകുന്ന നിർദ്ദേശമല്ല റിക്വസ്റ്റാണ്, അപേക്ഷയ്ക്കാണ് മോറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി പറയുന്നത് റെഗുലേഷൻ ഓഫ് ദ മാർജിൻ റിക്വയർമെൻറ്റ്. എന്താണ് ഈ മാർജിൻ റിക്വയർമെൻറ്റ്? ആദ്യം നമ്മൾ പറഞ്ഞത്, ഞാൻ ആദ്യം നിങ്ങൾക്ക് എന്താണ് ബാങ്കിൻ്റെ കൺസേണിൽ മാർജിൻ എന്താണ്. നമ്മളിപ്പോൾ ഒരു 50,000 ലോണ് ആണ് കിട്ടേണ്ടതെങ്കിൽ നമ്മൾക്ക് നമ്മൾ ബാങ്ക് കൊണ്ടുപോയിട്ട് പ്ലഡ്ജ് ചെയ്യുന്ന ആ സെക്യൂരിറ്റിയുടെ വാല്യൂ 50,000 ആകുമോ? അല്ല, മേ ബി 1.5 ലക്ഷം ആയിരിക്കും. അപ്പം നമുക്ക് കിട്ടുന്ന തുകയും നമ്മൾ സെക്യൂരിറ്റി പ്ലഡ്ജ് ചെയ്യുന്നത് തമ്മിലുള്ള വാല്യൂയിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ മാർജിൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മൾ 5 പവൻ കൊണ്ടുപോയി വെക്കണം. ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് റേറ്റിന് 5 പവന് ഏകദേശം 2 ലക്ഷത്തിൻ്റെ അടുത്ത് 1.25 ലക്ഷത്തിൻ്റെ അടുത്ത് വരെ വരും. പക്ഷെ നമുക്ക് ലോൺ കിട്ടൽ 1 ലക്ഷം രൂപയായിരിക്കും. 1 ലക്ഷത്തിന് ചിലപ്പോൾ 90,000 ഒക്കെ ആയിരിക്കും. കാരണം എന്തായിരിക്കും? നമ്മളത് അടച്ചിട്ടില്ലെങ്കിൽ അവർക്കത് വിറ്റ് ക്യാഷ് ആക്കണം. പിന്നെ ഒരു കൊല്ലത്തിനാണ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ പ്ലസ് അതിന് ഇൻട്രസ്റ്റ് ഉണ്ടല്ലേ. ബാങ്കിൻ്റെ വരുമാനം എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണല്ലോ. ഒരു കൊല്ലത്തിന് നമ്മൾ 10% ഒരു 90,000 എടുത്തിട്ടുണ്ടെങ്കിൽ 9,000 രൂപ ഇൻട്രസ്റ്റും വരും. അപ്പോൾ 99,000 രൂപ ബാങ്കിന് നമ്മൾ അടയ്ക്കുന്നില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? ഈ ഗോൾഡ് വിറ്റിട്ട് അവരെ ക്യാഷ് ഇതിൽ ബാക്കി നമുക്ക് തരും. അപ്പോൾ മാർജിൻ അതാണ്. നമ്മൾ പ്ലഡ്ജ് ചെയ്യുന്ന വസ്തുവിൻ്റെ വാല്യൂയും നമ്മൾക്ക് കിട്ടുന്ന ലോണിൻ്റെ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മാർജിൻ എന്ന് പറയുക. അപ്പോൾ മാർജിൻ റിക്വയർമെൻറ്റ് എത്രയാണെന്ന് RBI പറഞ്ഞു കൊടുക്കും. ഇത്രയൊക്കെ വേണം. ഇപ്പോൾ ഒരു പവനാണ്, ഇപ്പോൾ 38,000 രൂപയാണ് പവനെങ്കിൽ നിങ്ങളത് ഒരു 30,000 കൊടുത്താൽ മതി. അപ്പോൾ 30,000 38,000 8,000 രൂപയാണ് ഇതിൻ്റെ മാർജിൻ. കാരണം അതിൻ്റെ പലിശക്കൂടിയും നമുക്ക് റിക്കവർ ചെയ്യണം. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് മാർജിൻ റിക്വയർമെൻറ്റ്. അത് എത്രയാണെന്ന് ഫിക്സ് ചെയ്യും. അതായത് പ്ലഡ്ജ് ചെയ്യുന്ന വസ്തുവിൻ്റെ ഇത്ര പെർസെൻറ്റേജ് മാത്രമേ ലോൺ കൊടുക്കാൻ പാടുള്ളൂ, 100% ഒരിക്കലും കൊടുക്കാൻ പാടില്ല. അപ്പോൾ അതും RBI എന്ത് ചെയ്യും? ഇങ്ങനെ മാറ്റി കൊടുക്കും. അതിനെയാണ് നമ്മൾ മാർജിൻ എന്ന് പറയുന്നത്. മാർജിൻ ഈസ് റെഫേഴ്സ് ടു ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലോൺ എമൗണ്ട് ആൻഡ് മാർക്കറ്റ് വാല്യൂ ഓഫ് ദ കൊളാക്ടറൽ പ്ലേസ്ഡ് ടു റൈസ് ദ ലോൺ. ഇതും ഫിക്സ് ചെയ്യൽ ആരാണ്? RBI ആണ്. ഇനി പറയുന്നത് ഇഷ്യൂയിങ് ഓഫ് ഡയറക്റ്റീവ്സ് ആണ്. ദ BRA empowers RBI, ഇത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആണ്. empower RBI to issue the directives to banks and the banks are bound to comply with such directive. RBI directives may relate to purpose for which advance may or may not be made, and the margin requirement, maximum amount of loan that can be sanctioned to any company, firm or individually, the rate of interest and other terms and conditions on which loans may be given. ഇത്രയും കാര്യങ്ങൾ, അതായത് ദ പർപ്പസ് ഓഫ് എന്തിനാണ് നമ്മൾ ലോൺ കൊടുക്കുന്നത് ആ കാര്യങ്ങൾ, അതിൽ മാർജിൻ റിക്വയർമെൻറ്റ്, പിന്നെ മാക്സിമം എത്ര എമൗണ്ട് ഒക്കെ കൊടുക്കാൻ പറ്റും, അതൊരു വ്യക്തിക്കാകാം, ഫേമിനാകാം, കമ്പനിക്കാകാം, പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ്, ഇത്രയും കാര്യങ്ങൾ. ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഫംഗ്ഷനാണ്. ഇപ്പം നമ്മൾ ഇതോടെ ക്വാളിറ്റേറ്റീവ് ഫംഗ്ഷൻസ് കഴിഞ്ഞു. ഇനിയാണ് കൺട്രോൾ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ഓപ്പറേഷൻ. ഇത് നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്തിരിക്കുക. കൺട്രോൾ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ഞാൻ വായിക്കാതെ ഇതിൻ്റെ ഉത്തരം പറഞ്ഞു തരാം. അതായത് ഒരു രാജ്യത്തിൻ്റെ വിദേശ കറൻസി നമുക്ക് അത്യാവശ്യമാണ് അല്ലേ. വിദേശ കറൻസി നമ്മൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ വിദേശ കറൻസി കളക്ട് ചെയ്യുക, രാജ്യത്തിൻ്റെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പണം തിരിച്ചടയ്ക്കുക. അതുപോലെ ഗവൺമെൻറ്റിന് ഒരുപാട് കറൻസി ആവശ്യമുണ്ടായിരിക്കും, വിദേശ കറൻസി, എസ്പെഷ്യലി US ഡോളർ. അതുപോലെ നമ്മുടെ രാജ്യത്ത് നമ്മൾക്കറിയാം മിനിമം റിസർവ് സിസ്റ്റം പ്രകാരമാണ് നോട്ട് അടിക്കുക. അപ്പോൾ അതിനൊക്കെ ഫണ്ട് ആവശ്യമാണ്. അപ്പോൾ അതിൻ്റെ മാനേജ്മെൻറ്റ്, അതിൻ്റെ വിനിയോഗം, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതാണ് RBI. അതുമായി റിലേറ്റഡ് ആണ് എന്ത്? കൺട്രോൾ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ആൻഡ് ഓപ്പറേഷൻ. ഓക്കെ. പിന്നീട് പറയുന്നത് സൂപ്പർവൈസറി ഫംഗ്ഷൻ ആണ് RBIൻ്റെ. RBI ഹാസ് ബീൻ ഗിവൻ സൂപ്പർവൈസറി പവേഴ്സ് ടു ഓവർ ദ ഡിഫറെൻറ്റ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ കൺട്രി. നമ്മുടെ രാജ്യത്ത് ഒരുപാട് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. പ്രൈവറ്റ് ബാങ്ക് ഉണ്ട്, കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഉണ്ട്, പ്രൈവറ്റ് സെക്ടർ ഉണ്ട്, പിന്നെ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻസ് ഉണ്ട്, സ്മാൾ ബാങ്ക് ഉണ്ട്, പേയ്മെൻറ്റ് ബാങ്ക്സ് ഉണ്ട്, കോപ്പറേറ്റീവ് ബാങ്ക്സ് ഉണ്ട്, റീജിയണൽ റൂറൽ ബാങ്ക്സ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ബാങ്കുകളുണ്ട്. ഈ ബാങ്കുകളൊക്കെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ സൂപ്പർവൈസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ആരുടെ കയ്യിലാണുള്ളത്? RBIൻ്റെ കയ്യിലാണ്. ഓക്കെ. പിന്നീട് പറയുന്നത് പ്രൊമോഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഫംഗ്ഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് പ്രൊമോഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഫംഗ്ഷൻ. ബാങ്കിങ് സെക്ടർ ഡേ ടു ഡേ എന്ത് ചെയ്യാണ്? വികസിച്ചു കൊണ്ടിരിക്കുക. നമ്മൾ തന്നെ ബാങ്കിനായിട്ട് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം
നമ്മൾക്ക് ഇപ്പോൾ അവരുടെ ബാങ്കിങ് ആദ്യം നമുക്കൊരു ഡെപ്പോസിറ്റും ഒരു വിഡ്രോവലും മാത്രമായിരുന്നു. ഇന്നിപ്പോൾ അതല്ല, മണി ട്രാൻസ്ഫർ, എക്സ്ചേഞ്ച്, ഓൺലൈൻ പേയ്മെൻറ്റ്, വാട്ട് എവർ ഇറ്റ് ഈസ്, ധാരാളം ഫങ്ഷൻസുകൾ നമുക്ക് ബാങ്കുകൾ ചെയ്തു തരുന്നുണ്ട്. ഓക്കെ, ഡിജിറ്റലൈസേഷൻ്റെ ഭാഗമായിട്ട് നോക്കുക, RBI ഓൾസോ പെർഫോമിംഗ് ദ പ്രൊമോഷണൽ ആൻഡ് ഡെവലപ്മെൻറ്റ് ഫംഗ്ഷൻ. ദീസ് ഫംഗ്ഷൻ ഇൻക്ലൂഡ് ഫോളോവിങ്. അതിൽ പറയുന്നുണ്ട്, പ്രൊവിഷൻ ഓഫ് അഗ്രികൾച്ചർ ക്രെഡിറ്റ് കൊടുക്കുന്നുണ്ട്. ഫോർ ദ പ്രൊമോഷൻ ഓഫ് അഗ്രികൾച്ചർ ക്രെഡിറ്റ് RBI സെറ്റപ്പ് എ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കോൾഡ് അഗ്രികൾച്ചർ ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് and also set up two funds, namely National Agriculture Credit long term loans ആണ് National Agriculture Credit Stabilization Fund for facility long term and medium term and short term finance for the agriculture purpose. അപ്പോൾ പ്രൊമോഷൻ അഗ്രികൾച്ചറിനെ മാത്രമല്ല, ഇതൊരു അഗ്രികൾച്ചറിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രധാനമായി 2 ഇമ്പോർട്ടൻറ്റ് ഫണ്ടുകൾ പറയുന്നുണ്ട് അവർക്ക്, ലോങ് ടേമിനും ഷോർട്ട് ടേമിനും ലോൺ കൊടുക്കുന്നത്. അതുപോലെ തന്നെയാണ് പ്രൊവിഷൻ ഫോർ ഇൻഡസ്ട്രിയൽ ഫിനാൻസ്. ഇൻഡസ്ട്രിയൽ, നമ്മുടെ രാജ്യത്ത് അഗ്രികൾച്ചർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന ഇൻഡസ്ട്രിയൽ സെക്ടറാണ്. അപ്പോൾ അവർക്കുള്ള പലതരത്തിലുള്ള ലോണുകൾ നമുക്ക് അറിയാം, ലോങ് ടേം, ഷോർട്ട് ടേം. ഇപ്പോൾ നമുക്കറിയാം മുദ്ര ലോൺ, അങ്ങനെ പല മേഖലയിൽ. അപ്പോൾ നമ്മളെ ഫിനാൻസ് ചെയ്യുന്ന ഒരുപാട് ബാങ്കുകളുണ്ട്. നമുക്കതിൽ ഉദാഹരണങ്ങൾ ഇതൊക്കെയാണ്: ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് ഫിനാൻസ് കോർപ്പറേഷൻസ്, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇൻഡസ്ട്രിയൽ റീകൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, റീഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഇങ്ങനെയൊക്കെയുള്ള ബാങ്കുകളിലൂടെ നമുക്ക് ഫണ്ട് അവൈലബിലിറ്റിയാണ്. ഇതിനു വേണ്ടിയിട്ടാണ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്. പിന്നീട് പറയുന്നതാണ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ബിൽ മാർക്കറ്റ്. ബിൽ മാർക്കറ്റ് ഈസ് എ പ്ലേസ് വേർ ഷോർട്ട് ടേം ബിൽസ് ഓഫ് 3 months duration are generally discounted, rediscounted, and RBI plays very important role in the promotion of bill market as well as developed bill market. നിങ്ങൾക്ക് മണി മാർക്കറ്റ് ഇടില്ല, 1 year പീരീഡ് ഉള്ള ആ മാർക്കറ്റ്, അതായത് ബിൽ ഓഫ് എക്സ്ചേഞ്ച്, പ്രോമിസറി നോട്ട്, ഇതിൻ്റെ എല്ലാം നമ്മൾ കൃത്യമായി അത് ഡിസ്കൗണ്ട് ചെയ്ത് തരും. നമ്മൾ ഓൺ ടൈമിൻ്റെ മുന്നേ തന്നെ ക്യാഷ് ആക്കി തരുന്നത്. ഇങ്ങനത്തെ എല്ലാ ഫങ്ഷൻസുകളും RBI ചെയ്യുന്നുണ്ട്. അതാണ് ഡെവലപ്മെൻറ്റ് ഓഫ് ബിൽ മാർക്കറ്റ്. ഇനി മിസ്സേലിയൻസ് ഫങ്ഷൻസ്, ഈ പറഞ്ഞ അല്ലാത്ത അഗ്രികൾച്ചറും ഇൻഡസ്ട്രിയലും അതുപോലെ തന്നെ ബിൽ മാർക്കറ്റും അല്ലാത്ത വേറെ കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്. RBI has established a training centers for the staff, for its own staff and other banks. ബാങ്കേഴ്സ് ട്രെയിനിങ് കോളേജ്, ബാങ്ക് അതായത് RBI ഈ ബാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ട്രെയിനിങ് RBIൻ്റെ ബാങ്കിനും അതുപോലെ തന്നെ മറ്റു കൊമേഴ്ഷ്യൽ ബാങ്ക്സിനും ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അവർക്ക് കോളേജിനുണ്ട്, അത് മുംബൈ ഉണ്ട്. പിന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്ക് മാനേജ് മുംബൈ ഉണ്ട്. സ്റ്റാഫ് ട്രെയിനിങ് കോളേജ് മദ്രാസ് ഉണ്ട്. അതിന് കോളേജ് ഓഫ് അഗ്രികൾച്ചർ ബാങ്കിങ് അറ്റ് പൂനെ ആർ ദ ഇൻസ്ട്രക്ഷൻ റൺ ബൈ RBI. അപ്പോൾ RBIക്ക് ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ട്, അതൊക്കെ അവരുടെ മറ്റ് ഫങ്ഷൻസുകളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് വീഡിയോ കാണുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക, എന്നോട് തന്നെ നേരിട്ട് ചോദിക്കുക. ക്ലാസ് എടുക്കണമെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകാത്തുണ്ടെങ്കിൽ ചോദിക്കുക. എല്ലാ കാര്യങ്ങളും നിങ്ങൾ പറയണം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.